അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ഒരു മഞ്ചാടി എണ്ണൽ മത്സരം നടക്കാൻ പോവാണ്. മഞ്ചാടി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ മഞ്ചാടി എണ്ണുന്നതാണ് മത്സരം. അപ്പോൾ ഓരോ കണ്ടസ്റ്റൻസിനും കുറച്ച് മഞ്ചാടി തന്നിട്ടുണ്ടാവും. അപ്പോൾ 2 മിനിറ്റിനകത്ത് ആ മഞ്ചാടി എണ്ണിയിട്ട് എത്ര മഞ്ചാടി ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതാണ് മത്സരം. ഓക്കെ, ഓരോരുത്തർക്കും 2 പ്രാവശ്യം എണ്ണാം. മൊത്തം മഞ്ചാടി 2 പ്രാവശ്യം എണ്ണാം. എന്നിട്ട് കറക്റ്റായി കണ്ടുപിടിക്കുന്നോ നമ്മൾ അയാളെ വിജയമായി തീരുമാനിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റൻസ് ഇവരൊക്കെയാണ്. അഫ്രദ് സാർ, അഫാം സാർ, അലക്സ് സാർ. നമുക്ക് എല്ലാ കണ്ടസ്റ്റൻസിനെയും സ്വാഗതം ചെയ്യാം. ഓരോരുത്തരെ വരുന്നു, എണ്ണുന്നു. അപ്പോൾ അഫ്രദ് സാർ, അലക്സ് സാർ, അഫാം സാർ 3 പേരെ എണ്ണി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ശരി ഉത്തരം എന്തായിരുന്നു? എത്ര മഞ്ചാടി ഉണ്ടായിരുന്നു ആ പാത്രത്തിൽ? അതാ ആ എല്ലാവരും കാത്തിരുന്ന ആ ഒരു ഉത്തരം ഞാനിപ്പോൾ വെളിപ്പെടുത്താൻ പോവുകയാണ്. 200 മഞ്ചാടി ഉണ്ടായിരുന്നു ആ പാത്രത്തിൽ. നിർഭാഗ്യവശാൽ എന്ന് പറയട്ടെ, ആരും തന്നെ 200 എന്ന ആൻസർ കണ്ടെത്തിയില്ല. ആരുടെ ആൻസറും 200 ആയിരുന്നില്ല. അപ്പോൾ വിജയ് ആരായിരുന്നു? ഈ കോമ്പറ്റീഷനിൽ ആർക്കാണ് 50 മഞ്ചാടി കിട്ടാൻ പോകുന്നത്? 200 മഞ്ചാടി എണ്ണാൻ കൊടുത്തിട്ട് ആർക്കെങ്കിലും എണ്ണാൻ പറ്റിയോ? ചെറിയ ടാസ്ക്കാണ്, അതും ആർക്കും ശരിക്കും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്താ പറ്റിയത്? 200 എന്നുള്ള എക്സാക്റ്റ് ആൻസർ, എക്സാക്റ്റ് വാല്യൂ ആർക്കും മെഷർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, അല്ലേ? പക്ഷേ എക്സാക്റ്റ് വാല്യൂ ആണോ അല്ലേ എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ പോരാ. അപ്പോൾ നമ്മൾ സയൻസിൽ പല എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, എപ്പോഴും എക്സാക്റ്റ് വാല്യൂ കിട്ടണമെന്ന് വളരെ ചാൻസ് കുറവാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം പോരാ, നമുക്ക് എക്സാക്റ്റ് അല്ലെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന കുറേ സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ ആ വാല്യൂസിനെ നമുക്ക് കമ്പയർ ചെയ്യണം. അതിന് തമ്മിൽ ഭേദം ഏതാണെന്ന് പറയാം. ഓക്കെ, തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊക്കെ പറയില്ലേ? അതായത് കമ്പാരിറ്റീവ്ലി കുറേ വാല്യൂസ് ഉണ്ട്, ഒന്നും ആക്യുറേറ്റ്ലി എക്സാക്ട്ലി കറക്റ്റ് അല്ല, പക്ഷേ ഇതാണ് കുറച്ചും കൂടി നല്ല വാല്യൂ എന്ന് പറയണം. അത് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 2 ടേംസ് ആണ് പ്രിസിഷനും ആക്യുറസിയും. അപ്പോൾ എന്താണ് പ്രിസിഷൻ? ഫസ്റ്റ് നമുക്ക് പ്രിസിഷൻ എന്താ പറയുക? ക്ലോസ്നെസ് ഓഫ് വേരിയസ് മെഷർമെൻറ്റ്സ് ടു ദ സെയിം ക്വാണ്ടിറ്റി. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന മെഷർമെൻറ്റ്സ് ക്ലോസ് ആണെങ്കിൽ അതിന് നിങ്ങൾ പറയും പ്രിസൈസ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ എന്താണ്? ഇപ്പോൾ നിങ്ങൾ എന്തോ ഒരു സാധനത്തിൻ്റെ വെയിറ്റ് എടുത്തു. ഓക്കെ, അപ്പോൾ ആദ്യം 20 കിട്ടി, 20.0 കിട്ടി, പിന്നെ 20.1 കിട്ടി, പിന്നെ 19.9 കിട്ടി. അതൊക്കെ എന്താണ്? ക്ലോസ് വാല്യൂസ് അല്ലേ? അപ്പോൾ അത് പ്രിസൈസ് ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയാം. അപ്പോൾ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോസ്നെസ് ഓഫ് വാല്യൂസിനെയാണ് പ്രിസിഷൻ സൂചിപ്പിക്കുന്നത്. ഓക്കെ, രണ്ടാം സാധനം ആക്യുറസി. ആക്യുറസി എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ് ഓഫ് മെഷർ വാല്യൂ ടു ദ ആക്ച്വൽ വാല്യൂ. അതായത് ആക്ച്വലി എന്താണ് അതിൻ്റെ വാല്യൂ, എന്താണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, അതിൻ്റെ ആക്ച്വൽ വാല്യൂ നമ്മൾ മെഷർ ചെയ്തതിൻ്റെ അടുത്താണോ? അതല്ലേ ഇമ്പോർട്ടൻ്റ് അല്ലേ? നമ്മളിപ്പോൾ മഞ്ചാടി എണ്ണി, അപ്പോൾ 200 മഞ്ചാടി ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എണ്ണിയത് 200ൻ്റെ അടുത്താണോ നമുക്ക് ആൻസർ കിട്ടിയെന്ന് നോക്കണം. അതാണ് ആക്യുറസി എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച പ്രിസിഷനും ആക്യുറസി ഉണ്ടല്ലോ, അത് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ മഞ്ചാടി പറക്കൽ മത്സരത്തിൻ്റെ വിന്നർ ആരാന്ന് തീരുമാനിക്കാം. വെറുതെ മത്സരം നടത്തിയതല്ലേ, വിന്നർ ആരാന്ന് തീരുമാനിക്കാം. അപ്പോൾ ഏതൊക്കെ വാല്യൂസ് അവർ റിപ്പോർട്ട് ചെയ്തത്? ആദ്യം അഫ്രദ് സാർ വന്നിട്ട് 180യും 181ഉം റിപ്പോർട്ട് ചെയ്തു, അല്ലേ? അപ്പോൾ ഓരോ ആൾക്കാരുടെയും നമുക്ക് നോക്കണം അവരുടെ വാല്യൂസ് പ്രിസൈസ് ആണോ ആക്യുറേറ്റ് ആണോ എന്ന് നോക്കണം. ഓക്കെ, ഫസ്റ്റ് വന്നത് അഫ്രദ് സാർ. പ്രിസൈസ് ആണോ?
നിങ്ങൾ ആലോചിച്ച് നോക്കി, പ്രിസൈസ് ആണോ? അതെ. കാരണം എന്താ? പ്രിസൈസ് എന്ന് പറഞ്ഞാൽ വാല്യൂസ് ക്ലോസ് ആയിരിക്കണം അല്ലേ? അപ്പോൾ വാല്യൂസ് ക്ലോസ് ആണോ? 180, 181 ക്ലോസ് ആണ്, ഓഫ് കോഴ്സ് ക്ലോസ് ആണ്. അപ്പോൾ അഫ്രത് സാറിൻ്റെ വാല്യൂസ് പ്രിസൈസ് ആണ്. പക്ഷെ ആക്യുറേറ്റ് ആണോ? ആക്യുറേറ്റ് ആണ്. നിങ്ങൾ പറ. 200 ആണ് കറക്റ്റ് വാല്യൂ. ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ 200 ആണ്. പക്ഷേ അഫ്രത് സാറിന് കിട്ടിയ വാല്യൂ അതിൻ്റെ അടുത്താണോ? അല്ല. അപ്പോൾ ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആക്ച്വൽ വാല്യൂവിൻ്റെ അടുത്താണോ നമുക്ക് കിട്ടിയ വാല്യൂ എന്നുള്ളതാണ് ആക്യുറസി എന്ന് പറയാൻ കാരണം. ഓക്കെ. അപ്പോൾ അഫ്രത് സാർ ആക്യുറേറ്റ് ആണോ? അഫ്രത് സാർ ആക്യുറേറ്റ് അല്ല. ഇനി അടുത്ത ആൾ നമ്മുടെ അലക്സ് സാർ വന്നു. അപ്പോൾ അലക്സ് സാർ വന്നിട്ട് എന്ത് ചെയ്തു? 198ഉം 203ഉം വന്നു അല്ലേ? 198ഉം 203. അത് അഫ്രത് സാറിനെക്കാട്ടും കുറച്ചുകൂടി ആക്യുറേറ്റ് ആണ് അല്ലേ? കറക്റ്റ് വാല്യൂവിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. 180, 181ൽ നിന്ന് 198, 200നോട് വളരെ അടുത്തെത്തി. പക്ഷേ വാല്യൂസ് അത്ര അടുത്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ അലക്സ് സാർ എന്താണ്? ആക്യുറേറ്റ് ആണ്. കാരണം നമ്മൾ കുറച്ചും കൂടി 200ൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്, കുറച്ചും കൂടി ആക്യുറേറ്റ് കറക്റ്റ് വാല്യൂവിൻ്റെ അടുത്തോട്ട് വന്നു. ഓക്കെ. പക്ഷെ പ്രിസൈസ് അല്ല. കാരണം പ്രിസൈസ് അല്ലാത്തതിൻ്റെ കാരണം എന്താണ്? വാല്യൂസ് വളരെ ക്ലോസ് അല്ല, അതാണ് പ്രിസൈസ് അല്ലാത്തതിൻ്റെ കാരണം. ഇനി അടുത്ത ആൾ വന്നു, നമ്മുടെ അഫാം സാർ. ക്വാണ്ടം മെക്കാനിക്സ് സയൻറ്റിസ്റ്റ് വന്നു, അഫാം സാർ വന്നു. അപ്പോൾ അഫാം സാറിൻ്റെ വാല്യൂസ് എന്താണ് നോക്കിയേ? 201ഉം 199ഉം. അടിപൊളി വാല്യൂസ്. 200ൻ്റെ അടുത്താണ്. അപ്പോൾ ആക്യുറേറ്റ് ആണ് അല്ലേ? 200ൻ്റെ അടുത്താണ്, അപ്പോൾ ആക്യുറേറ്റ് ആണ്. ഈ വാല്യൂസ് തമ്മിലെടുത്തടുത്താണോ? 199ഉം 201ഉം തമ്മിലെടുത്തടുത്താണോ? അതെ. അപ്പോൾ അഫാം സാറിൻ്റെ വാല്യൂസ് എന്താണ്? അഫാം സാറിൻ്റെ വാല്യൂസ് പ്രിസൈസും ആണ് ആക്യുറേറ്റും ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? പ്രിസിഷൻ എന്താന്ന് പറഞ്ഞു, പ്രിസിഷൻ ആക്യുറസി എന്താന്ന് പറഞ്ഞു. നമ്മൾ മഞ്ചാടി പറക്കലിൻ്റെ ഔട്ട്കംസ് ഒന്നുകൂടി അനലൈസ് ചെയ്തു. അപ്പോൾ ആരാണ് വിജയി? അഫാം സാറാണ് വിജയി.